സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാവുന്ന ഒരു പ്രഭാഷകനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7 മാസമായി അതിശക്തമായ രോഗത്തിന് 2 കാലുകൾ ചില സമയങ്ങളിൽ തളർന്നു പോകുന്നൊരു അസുഖം, ഷുഗർ ബാധിച്ച് ഞരമ്പുകളൊക്കെ ബ്ലോക്കായി അതിശക്തമായ വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യനും മരണത്തിന്റെ വേദന ഉണ്ടായിട്ടില്ല. പക്ഷെ വേദനയിൽ ഇത്രമേൽ വേദന 51 വർഷത്തിനിടയിൽ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഒരു ദിവസമല്ല, ഫുൾ ടൈം 24 മണിക്കൂർ. കഴിഞ്ഞ 5 മാസം 3 ലക്ഷത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരല്പം ആശ്വാസം ആ വേദനയിൽ ഉണ്ടായത്. ഞാൻ എന്തു മനസ്സിലാക്കണം? അധികം ഡയലോഗ് അടിക്കേണ്ട, ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ല എന്നുള്ള ഓർത്തോളുണ്ടോ? നല്ലോണം ഓർത്തോളുണ്ടോ? ജി ഞങ്ങളെ വല്ലാണ്ട് പ്രകോപിതനാക്കണ്ട, നല്ലതല്ല. ജി ആരെയാ ചെടുക്കേ, ആരെയാ ജി ഭീഷണിപ്പെടുത്തുന്നത്? ടി.കെ. അഷ്റഫ് പ്രസംഗിക്കൂല, ബാക്കിയുള്ള ഇങ്ങോട്ട് പ്രസംഗിക്കൂല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദി ഉണ്ടാകുക ഇനിയാണ്. കാരണം നീ എന്ന ഇബിലീസിനെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾക്ക് കുറച്ച് വേദി ആവശ്യമുണ്ട്. എരന്ന് വാങ്ങുകയാണ് നീ, എല്ലാം എരന്ന് വാങ്ങുകയാണ്. ആ എരന്ന് വാങ്ങല് നീ എരന്ന് വാങ്ങിക്കോ. അധികം ഡയലോഗ് അടിക്കണ്ട, ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ല എന്നുള്ള ഓർത്തോളുണ്ടോ? നല്ലോണം ഓർത്തോളുണ്ടോ? ജി ഞങ്ങളെ വല്ലാണ്ട് പ്രകോപിതനാക്കണ്ട, നല്ലതല്ല. എന്നാ വല്ലാത്തൊരു തൊലിക്കട്ടി എന്നാ മോനെ. എന്നാലും ഇസ്ലാമിന്റെ പേരിൽ റബ്ബിനെ എത്ര മേലെ ധിക്കരിക്കുന്ന ഒരു ധിക്കാരി ഭൂമുഖത്ത് വേറെ ഉണ്ടാവുമോ? വല്ലാത്തൊരു ജാഹിൽ എന്ന മോനെ. ഓ, 1 കോടി കണ്ടാമർക്ക് ഒന്നിച്ചെന്നാലും അവരത് തൊലി സോഫ്റ്റ് ആയിരിക്കും നിന്റെ മുമ്പിൽ. വല്ലാത്തൊരു ജന്മം തന്നെ. കുട്ടിയെ, നിനക്ക് പ്രാന്താ. ഊളംപാറയിൽ പോലും നിന്നെ കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിയില്ല. ഇപ്പൊ നീ ദീൻ ഉൾക്കൊള്ളു. ഇപ്പൊ നീ ഹിദായത്തിലല്ല, പൂർണ്ണ ദലാലത്തിലാണ്. ഒരു 75% ദലാലത്തിലായിരുന്നു നീ. ഇപ്പൊ സമ്പൂർണായി ദലാലത്തിലാണ്. ലാലിമാണ് നീ കേട്ടോ. സന്യാസി മതത്തിന്റെ ആചാര്യൻ നീയായിരുന്നു. സന്യാസവും പൂജാരിത്വവും കൊണ്ട് കിടന്ന് നീയായിരുന്നു. കെട്ടുമാറാപ്പും കൊട്ടുംകുരവയും നിന്റെ കയ്യിലായിരുന്നു. വെളിച്ചപ്പാടായി തുള്ളിയതും ഉറഞ്ഞതും നീയായിരുന്നു. ഉറയിപ്പിച്ചതും തുള്ളിപ്പിച്ചതും നീയായിരുന്നു. എല്ലാം നീയായിരുന്നു കേട്ടോ. അതിന്റെ മുഴുവൻ പാപഭാരവും 12 കൊല്ലം ചെയ്തു കൂട്ടിയ പാപഭാരം മനസ്സിലായില്ലേ? അന്നും വിശ്വത്തിന്റെ നേതാക്കന്മാരെ തിരുത്താൻ വന്ന അറിവാളനാ നീ. മനസ്സിലായില്ലേ? നീ അതിനേക്കാളൊക്കെ മുന്നിലാണെന്ന് പറഞ്ഞ അറിവാളനാ നീ. ബാക്കിയുള്ളതൊക്കെ പിന്നെ പറയാം മോനെ കേട്ടോ. തുളുമ്പണ്ട, നല്ലതല്ല. മുജാഹിദ് ബാലുശ്ശേരിയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ വീട് പുത്തനത്താണി ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരു ജിന്നുമ്മ വന്നതായിട്ടോ ആ വീട്ടിൽ ഇങ്ങനെ ഒരു സവിശേഷത ഉണ്ടായിട്ടോ ഞാനും എൻ്റെ കുടുംബവും അറിഞ്ഞിട്ടില്ല, ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. ഞാൻ കേസ് കൊടുക്കാനാ പോകുന്നത്, ഞാൻ വീഡിയോ ചെയ്യാനല്ല പോകുന്നത്. എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് ഈ പച്ച നുണ തൊപ്പിയും താടിയും വെച്ച് വിളമ്പിയവനെതിരെ കേസ് കൊടുക്കാനാ പോകുന്നത്. എൻ്റെ മാനാഭിമാനത്തിന് വിലയിട്ടവനെതിരെ കേസ് കൊടുക്കാനാ പോകുന്നു. ഓൻ വരട്ടെ,